മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കോട് യുവാക്കളെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. നാട്ടുകൽ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച കാറിൽ മറ്റൊരു കാർ ഇടിപ്പിച്ചാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പരിക്കേറ്റ നാട്ടുകൽ സ്വദേശികളായ മുഹമ്മദ് ഇർഫാൻ, മുഹമ്മദ് ഷമീൽ, സൽമാനുൽ ഫാരിസ് എന്നിവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന് മുൻപ് പ്രതികൾ യുവാക്കളെ വടിവാൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചെന്നും പോലീസ് പറയുന്നു. ഈ വീഡിയോന്റെ അടിയിലേ കുറെ ആൾക്കാർ കമന്റിനുണ്ട് മലപ്പുറം ഉണ്ടാകുന്നുണ്ട്. ആദ്യം എന്താ വെച്ചാൽ നാട്ടുകല്ല് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തല്ല, പാലക്കാട് ജില്ലയിലാണ്. അതെന്ന് പറയാം. പണി നടന്നത് മലപ്പുറത്താണെന്നുണ്ടെങ്കിലും പിന്നെ അതൊന്നല്ല ഇവിടെ വിഷയം. മലപ്പുറം ആണോ പാലക്കാടാണെന്നല്ല, ഇത് കേരളമാണെന്നുള്ള ഇവിടെ വിഷയം. കേരളത്തിലാണ് ഇമാതിരി പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഫുട്ബോൾ നമ്മളൊക്കെ കളിക്കലുണ്ട്. കളി കഴിഞ്ഞ് ഇപ്പോൾ കളീൻ്റെ അടിയിൽ എന്ത് കച്ചറുണ്ടെങ്കിലും കളി കഴിഞ്ഞാണ്ട് ഞങ്ങൾ തോള് കച്ചിട്ടേ പോരുള്ളൂ. അത് ഫുട്ബോളിൻ്റെ മാന്യതയാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ ആ മാന്യത നിലനിർത്തുക. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ സത്യമുള്ള സ്നേഹമുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇമാര് പരിപാടിയൊക്കെ നടക്കുമ്പോൾ അതിന് കമൻറ്റ് ഇട്ടിട്ട് അത് മലപ്പുറമാണ്, മലപ്പുറത്തേർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പാലക്കാട്ടുകാരാണ്, പാലക്കാട്ടുകാർ ഇങ്ങനെയാണെന്ന് പറയുന്നതിന് പകരം നമ്മളെ നാട്ടിലാണ് ഇത് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ നോക്കുക. ഫുട്ബോൾ നമ്മളെ നാടിന് അത്രയും, അതായത് മലപ്പുറം പ്രത്യേകിച്ച് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന നാടാണ്. അതുപോലെ പുറത്തുള്ള നാടുകളൊക്കെ. അപ്പോൾ എന്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള ചണ്ടിത്തരങ്ങൾ ഒഴിവാക്കുന്നത്. ചെറിയ ചെറിയ വിഷയങ്ങൾ വലിയ സംഭവമാക്കിയിട്ട് ഫുട്ബോൾ തല്ലുണ്ടാവും, കച്ചറുണ്ടാവും, അടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ അവിടെ തീർക്കുക. ആ കളിയും കഴിഞ്ഞ് പോരുമ്പോൾ എന്താ പറയുക, കൈ കൊടുത്ത് പോന്നാൽ അത് തീർന്നു. അത് ഇത്ര വാശിയാക്കി ഇതാക്കി ജീവിതം വരെ നഷ്ടപ്പെടുന്ന കോലത്തിലാക്കരുത്. നമ്മളെ നാടിനും നല്ലതല്ല, നമ്മളെ നാട്ടിൽ. പക്ഷെ ഞാനും അതിൻ്റെ അടിയിൽ ഒന്നാണ്ട് മലപ്പുറം ഇടാന്ന് പറഞ്ഞാണ്ട് കമൻ്റ് ഇട്ട് വരരുത് കേട്ടോ. മലപ്പുറം അല്ല, കേരളം. നമ്മളെ കേരളത്തിലാണ് ഇത് നടക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ശരി.